ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ 50-ാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും BJP ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം BJPക്കില്ല. ശക്തമായ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2015 50-ാം വാർഡിൽ, ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വാർഡിൽ ഇതേപോലെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതായി. അവിടെയും നമ്മൾ CPMൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പുകൾ നടക്കണം, അവിടെ ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ജയലക്ഷ്മിയുടെ വാർഡിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. അവിടെ വാർഡിൽ രാത്രി 9:30 മണി, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ, 9:30 മണി വരെയും 10:30 മണി വരെയും 11 മണി വരെയൊക്കെ വീട് കയറുന്നുണ്ട്. ആ വീടുമായിട്ട് പരിചയമില്ലാത്ത ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ നിരന്തരം അവരുടെ വാർഡിൽ തന്നെ ഒരു വീടാണ്, അവിടെ പോകുന്നുണ്ട്. അവിടെ അവർ ഇത്തരത്തിൽ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാകുന്നത്? BJPയുടെ കൗൺസിലർമാരെ കാണുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണോ? പിന്നെ സുനിൽ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്, അവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്, ആ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ആ പ്രദേശത്തുള്ള വീടുകളിൽ അന്വേഷിച്ചോളൂ. ആ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ ഇവർ കയറിയിട്ടില്ലെന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾ. ഇത് ആ വീട്ടിൽ പോയത് എന്തോ വലിയ, ആ വീടിനകത്ത് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഭീകരവാദിയുടെ വീട് എന്നുള്ള തരത്തിലാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അവിടെയുള്ള വീടുകളിൽ മുഴുവൻ BJPയുടെ ആളുകൾ പോയിട്ടുണ്ട്, സമ്പർക്കം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ജനങ്ങളെ വിളിക്കും, അവരെ ഫോൺ ചെയ്യാറുണ്ട്. ഇവിടെ അയാളെ മാത്രമല്ലോ, നിരവധി ആളുകളെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ MP ഇത്തരത്തിൽ ബേജാറാവുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അദ്ദേഹം ബോധപൂർവം ഇവിടെ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട്, യഥാർത്ഥ വാർത്ത, കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷനെതിരെ വരുന്ന വാർത്തയെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ 900 ഈ ജില്ലയിലെ ഇവിടെ അങ്ങനെ ഒരു ആയുധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടില്ല. 2, ഇവിടെ ഈ വാർത്ത കുറേ ദിവസമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്, BJPക്ക് മത്സരിക്കാൻ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയില്ലെന്ന്. ഈ പാലക്കാട് ജില്ലയിലെ താമര ചിഹ്നത്തിൽ BJP നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം കോൺഗ്രസ് പാർട്ടി നിർത്തിയതിനേക്കാളും CPM നിർത്തിയതിനേക്കാളും കൂടുതലാണ്. 2, ഈ കഴിഞ്ഞ 2020-ലെയും 2015-ലെയും 2010-ലെയും എല്ലാം നിങ്ങൾ ചരിത്രമെടുത്ത് നോക്കിക്കോളൂ. ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിട്ടുള്ളത്. ഇനി BJPക്ക് നിർത്താൻ കഴിയാത്ത വാർഡുകളുമുണ്ട്, പാലക്കാട് ജില്ലയിൽ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ 24-ാം വാർഡിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ. 24-ാം വാർഡിൽ ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്ത ആളെ പോയി സമ്മർദ്ദത്തിലാക്കുന്ന ആരാണ്? ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് BJPയെ താറടിച്ച് കാട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ BJP നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണമാണ് BJP നിർത്തിയിട്ടുള്ളത്.